ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇത് നമ്മുടെ റമദാൻ 7 ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അസറൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മച്ചി ഇവിടെ സാൻഡ്വിച്ചിൻ്റെ പരിപാടി ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫില്ലിങ് വരുന്നത്. സോ അതാണ് ഇതിൻ്റെ വീഡിയോയും റെസിപ്പിയൊന്നും കാണിക്കാത്തത്. പിന്നെ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ വാപ്പച്ചി ഡേറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡേറ്റ്സ് ഒക്കെ തീർന്നേ. ഇന്നലെ വാങ്ങിയ ബ്രെഡ് ഇവിടെ ബാക്കി വന്നത് കൊണ്ടാണ് അമ്മച്ചി ഇന്ന് ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈ സൈഡിലുള്ള പോർഷനൊക്കെ അമ്മച്ചി പിന്നെ എപ്പോഴെങ്കിലും ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കും. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മയോണൈസ് സോസൊക്കെ തേച്ചിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്യാം കേട്ടോ. അമ്മച്ചിയോട് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നോമ്പ് കൊടുക്കാൻ സമയമായപ്പോഴത്തേക്കും എല്ലാം എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോമ്പ് തുറക്കുള്ള എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ, മുന്തിരിങ്ങ, പിന്നെ നമ്മുടെ വാപ്പ് കൊണ്ടുവന്ന വട ഇരിക്കുന്നുണ്ട്, സമൂസ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയത്തിക്കുള്ള ജ്യൂസാണ്. നമുക്കുള്ള ജ്യൂസ് ഫ്രിഡ്ജിലാണ് കേട്ടോ. അവർക്ക് പിന്നെ തണുപ്പൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാൻഡ്വിച്ച് നല്ല അടിപൊളി സാധനമായിരുന്നേ. പിന്നെ വാപ്പ് കൊണ്ടുവന്ന് ഈ സമൂസയൊക്കെ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് രാത്രി ആയപ്പോഴത്തേക്കും ദോശയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ.